പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. വിശുദ്ധ ദിവസം പ്രഭാതത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ നൽകുന്നല്ലോ. നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീ ഞങ്ങളെ ക്ഷേമമായിട്ട് വഴി നടത്തിയല്ലോ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ കൃപ ധാരാളമായിട്ട് അനുഭവിപ്പാൻ നീ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തിയല്ലോ. നന്ദിയോട് സ്തോത്രം. നിന്റെ മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ എന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും ദൈവവചനം കേൾക്കുവാനും കർത്താവെ ഞങ്ങളെ തന്നെ ശക്തീകരിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ സമയം കർത്താവെ നീ ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഞാൻ കീർത്തനങ്ങളിൽ 25-ാമത്തെ പാട്ടിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം നമുക്ക് പാടാം. നമ്പർ 25. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം മൗനമായിട്ട് ഏറ്റു പറയാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നതോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിയമശുദ്ധത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. 95-ാമത്തെ സങ്കീർത്തനം നമുക്ക് ചേർന്ന് ചൊല്ലാം. വരുവിൻ, നാം യഹോവയെ സ്തുതിക്കാം. നമ്മുടെ രക്ഷയുടെ നാമത്തിൽ തളർപ്പെടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അഭിഷേകിക്കാം. യഹോവ മഹാദൈവമല്ലോ. അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ ലോകഭാഗം അവന്റെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകളിൽ നിറഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം നമസ്കരിക്കാം. നമ്മെ തൊട്ടുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും നീ
119 സങ്കീർത്തനം 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. 119 സങ്കീർത്തനം 33 മുതൽ 48 വരെ. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ ഒന്നാം പാഠം വായിച്ച് കേൾക്കാം. ഒന്നാം പാഠം 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെയുള്ള ദൈവവചനം ശ്രദ്ധിപ്പീൻ. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചപ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ് എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, അതേ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന അവനോട്, യഹോവ എന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, അതേ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതുപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തൂടെ അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാവെന്ന് ചോദിച്ചത്, ഞാൻ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ വീണ പുതപ്പ് എടുത്ത് മടങ്ങി ചെന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിന്മേൽ വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു.
എലീശ ഇക്കരയ്ക്ക് കടന്നു. യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് എന്ന് അവന്റെ മുൻപിൽ സാഷ്ടാംഗം വീണു. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചിരിക്കുന്നു. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ സകല ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നിയും ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞും ശീലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച വെള്ളവും ഹിമവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലുകളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഭൂമിയിലെ സസ്യവർഗ്ഗങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ചലിക്കുന്ന തിമിംഗിലാജന്തുക്കൾ സകലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശത്തിലെ സകല പറവകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഹൃദയശുദ്ധിയും വിനയമുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവും അസര്യാവും മീശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ. തീത്തോസ് 2-ാം അധ്യായം 1 മുതൽ 15 വരെ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീതിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കാം. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കാം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും
ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് ചേർന്ന് ചൊല്ലാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദേവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിരവധിനായ സത്യേകപുത്രന്റെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ലോകത്തിലെല്ലാവരോടുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗ്ഗരാജ്യത്തെ തുറന്നു. ദൈവത്തിന്റെ വലത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. Gospel according to Saint John, chapter 3, verse begin to read at 22. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബീ, യോർദാൻ അക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുൻപായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ കീർത്തനങ്ങളിൽ 219-ാമത്തെ കീർത്തനം, അതിന്റെ 1-ാമത്തെയും അവസാനത്തെയും ചരണം, ഹിം നമ്പർ 219.
എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും ഇന്നും നിനക്ക് പ്രസാദമായിരിക്കുമാറാകണമേ. ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കും. Disciples are made, not born. സാധാരണയായിട്ട് നാം പറയുകയും പറഞ്ഞ് കേൾക്കുകയും ചെയ്യുന്ന ഒരു വാചകമാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യത്വത്തിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള വസ്തുത ചിലപ്പോഴെങ്കിലും നാം ഒക്കെ മറന്നു പോകാറുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു. സകല ജനതയും എൻ്റെ ശിഷ്യരാണ്. മേക്ക് ദം മൈ ഡിസൈപ്പിൾസ്. യേശുവിനെ ചുറ്റിപ്പറ്റി നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുത്ത വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ യേശുവിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ആ തലത്തിൽ നിന്ന് ശിഷ്യത്വത്തിന്റെ തലത്തിലേക്ക് വരുവാൻ ധാരാളം ആളുകൾ ഇല്ലായിരുന്നു എന്നുള്ളത് അന്നും സത്യമാണ്, ഇന്നും സത്യമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സജ്ജമാക്കുന്ന ഭാഗമാണ് തീത്തോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. എങ്ങനെയാണ് ഒരു ശിഷ്യൻ എന്ന് ലോകം നമ്മെ തിരിച്ചറിയും? നല്ലതായിട്ട് പാടുമ്പോൾ നാം ശിഷ്യരെന്നറിയും എന്ന് യേശു പറഞ്ഞിരുന്നുവെങ്കിൽ ഒത്തിരി നല്ല പാട്ടുകാർക്ക് രക്ഷപ്പെടാമായിരുന്നു. കുരിശ് വസ്ത്രത്തിലൊക്കെയും തുന്നി വയ്ക്കുമ്പോൾ
ജീവിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരെന്ന് ലോകം മുഴുവനും അറിയും എന്ന് യേശു പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവർക്കും അത് സാധ്യമാകുമായിരുന്നു. പള്ളിക്ക് ചുറ്റും നടക്കുന്നുവെങ്കിൽ, പള്ളിക്ക് ചുറ്റും ഉരുളുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരെന്ന് ലോകം അറിയും എന്ന് യേശു പറഞ്ഞിരുന്നുവെങ്കിൽ അതും താരതമ്യേന എളുപ്പമായി. എന്നാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ വളരെ ഉന്നതമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു എന്ന് പുതിയ നിയമത്തിന്റെ പല ഭാഗങ്ങളിലൂടെ നാം മനസ്സിലാക്കും. അതിൽ ഇന്ന് പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനെ സജ്ജമാക്കുവാൻ നൽകിയ ആ വാക്കുകളിലൂടെ മാത്രം ചില ചെറിയ സൂചനകൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. 2 കൊച്ച ഇംഗ്ലീഷ് വാക്കുകളിൽ ഈ ശിഷ്യത്വത്തിന്റെ ചില സാരാംശങ്ങൾ പൂർത്തീകരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് എക്സാമ്പിൾ. ശിഷ്യൻ എന്ന് പറയുന്നത് മാതൃകയുള്ള വ്യക്തിയാണ്. നാം ഇന്ന് വായിച്ച ഭാഗത്ത് നാം അത് കേട്ടു. നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കും. എക്സാമ്പിൾ ഇൻ ഡീഡ്സ്, എക്സാമ്പിൾ ഇൻ പ്യൂരിറ്റി ഓഫ് ഡോക്ട്രിൻ. ഈ 2 സംഗതികളാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്നത് എന്നുള്ളത് നാം മറക്കരുത്. യേശുവിന്റെ മതവും പരീശ മതവുമായിട്ടുള്ള സംഘട്ടനം സുവിശേഷങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നു, അധരം കൊണ്ട് അവർ എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും ഹൃദയം വളരെ ദൂരത്താണ്. അത് തന്നെയാണ് യേശുവിന്റെ വാക്കുകൾ മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ കപടഭക്തി എന്നുള്ളതിലൂടെയും ഉദ്ദേശിക്കും. പുറമെ എല്ലാം ശുദ്ധിയുള്ളതാക്കി തീർക്കുന്നു, അകമെല്ലാം മ്ലേച്ഛത നിറഞ്ഞു നിൽക്കും. അങ്ങനെയുള്ളവർക്കൊരിക്കലും ലോകത്തിന് ഒരു മാതൃകയായിരിക്കുവാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ഒരു സമയത്ത് പറഞ്ഞു, അത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ അധ്യായത്തിൽ ആദ്യ വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുക, നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് ആകുക എന്ന് പറയുവാനുള്ള ആർജവം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ആർജവം നഷ്ടപ്പെട്ട ക്രൈസ്തവ സമൂഹം ഒരിക്കലും ലോകത്തിന് ഒരു മാതൃകയായി തീരുകയില്ല എന്നുള്ളത് നാം മറന്നുപോകും. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അനുകരിപ്പാൻ നിങ്ങൾക്ക് മാതൃകയാക്കുവാൻ രാപ്പകൽ ഞാൻ വേല ചെയ്യും. അപ്പോൾ തന്നെ പിൻപറ്റുന്ന ആളുകൾക്ക് വേണ്ടി ജീവിതത്തിൽ ചില മാതൃകകൾ സൃഷ്ടിക്കുന്ന പൗലോസ് അപ്പോസ്തലനെയാണ് ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ശിഷ്യത്വത്തിൽ മാതൃക, ബി ആൻ എക്സാമ്പിൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ മാതൃകകൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന 3 മേഖലകൾ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെയൊക്കെയാണ് നാം മാതൃകയാക്കുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാത ധ്യാനത്തിൽ 3 മേഖലകളിലേക്ക് പ്രധാനമായിട്ടൊന്ന് എത്തി നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ മാതൃകയുള്ളവരായിരിക്കും. തീമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആദ്യത്തെ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ട് ഓടണം. തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നു,
ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകും. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ട് ഓണം. പണത്തോടുള്ള കൊതി നമ്മളുടെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അന്ധരായി. പണം ഒരു വല്ലാത്ത ചതിയാണ്, ഒരു കെണിയാണ്, അത് മറ്റൊരു ദൈവമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരു സമയത്ത് സേവിക്കുവാൻ സാധിക്കും. മാമോൻ പണം എന്നുള്ളതിന്റെ അരാമ്യ പദമാണ്. അപ്പോൾ ഒരു ശിഷ്യൻ മാതൃകയായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് സാമ്പത്തികമായ കാര്യങ്ങൾ. പൗലോസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉണ്മാനും ഉടുക്കുവാനുണ്ടെങ്കിൽ മതി. ആ ഒരു സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ സാധിക്കുന്നതിൽ നമുക്കൊരു മാതൃകയായി തീരുവാൻ സാധിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ശിഷ്യരായി. ശിഷ്യനായിരിക്കുമ്പോൾ ആകേണ്ട മറ്റൊരു മാതൃക നമുക്കുള്ള അവകാശങ്ങളും പദവികളും സ്വയം വിട്ടുകൊടുക്കുമ്പോഴാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന അബ്രഹാമിന്റെയും ലോത്തിന്റെയും കഥയും. അബ്രഹാമിന് അവകാശപ്പെട്ടത് ഒരു പ്രശ്നം തീർക്കുവാൻ വേണ്ടി ലോത്തിന് അബ്രഹാം വിട്ടുകൊടുക്കും. അപ്പോഴാണ് ദൈവം പറയുന്നത്, നീ തലപൊക്കി നോക്ക്, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരും. തനിക്ക് അവകാശപ്പെട്ടിട്ടുള്ളത് സഹോദരപുത്രന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ മാതൃകയായിരിക്കുന്ന അബ്രഹാമാണ് വിശ്വാസ സമൂഹത്തിന്റെ പിതാവായിട്ട് നാം കണക്കാക്കുന്നത്. അവിടെ ഒരു മാതൃകകൾ സൃഷ്ടിക്കുമ്പോഴാണ് നാം ശിഷ്യർ എന്ന് ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെടുവാൻ സാധിക്കും. മറ്റൊരു ചിന്ത, മറ്റൊരു മേഖല, നമ്മളുടെ ജനീകമായ താല്പര്യങ്ങളെ ക്രൂശിക്കുന്നതിലൂടെ നാം മാതൃകയാണ്. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കും. ജഡത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നാം ജീവിക്കുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ അനുയായിയായിരിക്കാം. ക്രിസ്തുവിന്റെ നന്മകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. പക്ഷേ നാം ഒരു ശിഷ്യരാണ്. ജഡത്തിന്റെ സ്വാഭാവികമായ താല്പര്യങ്ങളെ ക്രൂശിച്ച് ജഡീക താല്പര്യങ്ങളുടെ മേൽ വിജയമെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നാം ഒരു ശിഷ്യത്വത്തിന്റെ ലെവലിലേക്ക്, തലത്തിലേക്ക് നാം ഉയർന്നു വരുന്നത് എന്നുള്ളത് നാം മറക്കണം. Are we disciples or we are followers? നാം യേശുവിന്റെ ശിഷ്യരാണ് അതോ വെറും അനുയായിയാണ്? ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രം നാം വട്ടം കൂടുന്നവരാണ്. എത്ര വർഷമായിട്ട് നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണ്. ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത് ഒരു മാതൃകയാണ്. ബി ആൻ എക്സാമ്പിൾ. പൗലോസ് അപ്പോസ്തലനോട് പറയുന്ന രണ്ടാമത്തെ കാര്യം കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. ദി എഫക്റ്റ്. ശിഷ്യൻ എന്ന് പറയുന്ന ഒരു മാതൃകയാണ്. അതോടൊപ്പം തന്നെ അതൊരു സ്വാധീനം, അതിനൊരു പരിണിത ഫലമാണ്. ആ പരിണിത ഫലം ഇവിടെ പറയുന്നു, വിരോധി നമ്മെ കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കുവാൻ ഇടയാണ്. നമ്മളുടെ വാക്കും പ്രവൃത്തിയും ഒത്തുചേരുമ്പോൾ, നാം പറയുന്ന വാക്കുകൾ ജഡം ധരിക്കുമ്പോൾ, വിരോധിക്ക് നമ്മളെ കൊണ്ട് ഒരു തിന്മയും പറഞ്ഞു വരുത്തുവാൻ സാധിക്കും. എൻ്റെ ജീവിതമാണ് എൻ്റെ സാക്ഷി എന്ന് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കുന്ന തലമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ജീവിതത്തിന്റെ വക്താക്കളായിട്ട് നാം ജീവിക്കുന്നുവെങ്കിൽ അധിക നാൾ നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് വിരോധിക്ക് നിലനിൽക്കുവാൻ സാധിക്കും. വിരോധി നമുക്കെതിരെ ഇറക്കുന്നൊക്കെയും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും. അതാണ് പൗലോസ് പറയുന്നത്. ലജ്ജിക്കാതിരിക്കുവാൻ വേണ്ടി, വിരോധി നമ്മെ കൊണ്ട്
ഇല്ലാതെയായി തീരുവാൻ വേണ്ടി അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് ശിഷ്യത്വത്തിന്റെ തലം എന്ന് പറയും. ആ ഒരു ശിഷ്യത്വത്തിന്റെ തലത്തിലേക്ക് ദൈവമേ എന്നെ കൂടുതലായി വളർത്തിക്കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഇവരെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തോല വിശ്വാസ പ്രമാണത്തിന്റെ വാചകങ്ങളിൽ ഏറ്റുചൊല്ലാം. അപ്പോസ്തോല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ദൈവമായിരിക്കപ്പെട്ടു ജനിച്ചു. പുണ്യോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നാം ജീവനെയും മരിച്ചവരെയും ന്യായവിധിക്കാനും വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷിക്കപ്പെടാതെ ദുഷ്ടശക്തിയിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പെന്തക്കോസ്തിന് മുൻപ് നാലാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ശിഷ്യത്വം എന്ന സാക്ഷ്യം. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഹൃദയവിലാപം ശ്രദ്ധിക്കുന്ന നീതിയുടെയും ജീവന്റെയും ദൈവമേ, അധാർമികതയെ പരിത്യജിക്കുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും നീതിപൂർവവും ദൈവികവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അവനോ വളരണം, ഞാനോ കുറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്വത്തിൽ വെളിപ്പെടുന്ന കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിന്റെ കർത്താവ് ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്മയുള്ള ദാസനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇതേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെ യാതൊരു ആപത്തിലും അകപ്പെടാതെ നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ച പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് ഓർക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് സഭയുടെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. തലകളെ വണക്കി ഒരു നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ദാതാവും മറുപടിയുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ നല്ല ദൈവമേ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവത്തിന്റെ
അനുഗ്രഹത്തോടെ വസിപ്പാനായിട്ട് നിന്റെ പ്രിയ മക്കൾക്ക് അവിടുന്ന് അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നൽകിയതിനായിട്ട് നന്ദിയോടെ അവർക്ക് കൃപ നൽകിയത് ഓർത്ത് നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പുതിയ പ്രതീക്ഷകളോടെ പുതിയ ആഗ്രഹങ്ങളോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവമേ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് ധാരാളമായിട്ട് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലും ആത്മാവിലും വേണ്ടുന്ന സൗഖ്യവും അനുഗ്രഹങ്ങളും അവിടുന്ന് നൽകണമേ. വരാമാകുന്ന എല്ലാ ആപത്തനർത്ഥങ്ങളും അവരെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നല്ല ദൃഷ്ടാന്തങ്ങളായി നീ ആക്കി വെക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കാനായിട്ട് നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധനയിൽ നിന്റെ പ്രിയപ്പെട്ട മക്കൾ സംബന്ധിക്കുമ്പോൾ കഥാവെ അവരോട് കൂടെ ഇരുന്ന് അവരെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അവരെ അവിടുന്ന് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വിവിധ വിഷയങ്ങളെ ഓർത്തുകൊണ്ടൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇന്ന് കേട്ട ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ശിഷ്യന്മാരായി ജീവിക്കാൻ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഉദാത്തങ്ങളായ മാതൃകകളെ സൃഷ്ടിച്ചുകൊണ്ട് കർത്താവേ നല്ല ശിഷ്യന്മാരായി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരുപക്ഷെ ഹൃദയനുറുക്കത്തോടും വേദനയോടും കൂടിയാണ് ഇന്ന് ഈ ആരാധനയിൽ നാം സംബന്ധിക്കുന്നതെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ സമാധാനിപ്പിക്കും. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഓർക്കാം. പലതരത്തിലുള്ള ആവശ്യങ്ങളോടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് രോഗികളായി നമ്മുടെ അറിവിലും പരിചയത്തിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലും ഹോസ്പിറ്റലുകളിലും ചികിത്സയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും രോഗ സൗഖ്യത്തിനു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണാവസ്ഥയിലിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. പഠനം പൂർത്തീകരിച്ച് ജോലി അന്വേഷിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ട് വലിയ പ്രയാസത്തിലിരിക്കുന്ന ഒത്തിരി ആളുകളും നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അവരെയും നമുക്ക് ഓർക്കാം. അവരുടെ ഭാരങ്ങളിൽ കർത്താവെ അവരെ അവിടുന്ന് സഹായിക്കണമേ, അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പുതുവഴികളെ കർത്താവ് അവിടുന്ന് തുറന്നു നൽകണമേ എന്ന് അപേക്ഷിക്കാം. വിദൂരതയിലായിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കണ്ടെത്താത്ത ദൂരത്തായിരിക്കുന്നുവെങ്കിലും കർത്താവെ നിന്റെ സാമീപ്യവും സാന്നിധ്യവും അവർക്കുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ നിന്റെ ദിവ്യ വിചാരണയിലും അവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയിൽ പ്രവർത്തിക്കുന്ന പട്ടക്കാരെയും ആത്മായ ശുശ്രൂഷകരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ മതികളുടെ മഹായിടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആസന്നമായ മഹായിടവക അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇലക്ഷനെയും പ്രത്യേകം ദൈവാലയങ്ങളിൽ ഓർക്കാം. പട്ടക്കാരെയും സഭാ ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ വയൽ പ്രദേശങ്ങളെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. COVID-19 ഭീതിയിൽ വലിയ പ്രയാസങ്ങളുടെ ബന്ധത്തിലൂടെ അനേകം രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനവും ഒക്കെ കടന്നു പോകുന്നുവല്ലോ. എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി കടന്നു പോകുവാൻ, പഴയതുപോലെ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തിരിയുവാൻ ദൈവമേ നീ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ വാക്സിന് വേണ്ടി അത്യന്തം പരിശ്രമിക്കുന്ന എല്ലാ ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഒക്കെ നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കോട്ടയം പട്ടണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഇടങ്ങളെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവ് ഈ നാളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന
സംരക്ഷണത്തിലും കരുണയിലും വസിപ്പാൻ, അനുഗ്രഹത്തോടെ തൃപ്തിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മെ തന്നെയും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല ഞങ്ങളുടെ പിതാവേ, അയോഗ്യരായ അടിയങ്ങളോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആത്മകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത് അതിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ വായും കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാടുകളൊക്കെയും ശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിൽ കൂടെ നിന്റെ സ്തുതിയെ പ്രസ്തുതപ്പെടുത്തേണ്ടതിന് നിന്റെ സകലങ്ങളെ കുറിച്ചുള്ള പ്രകൃതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളെ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്നും നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരേണമേ. ഇന്ന് ദിവസവും ഈ ആരാധനയിൽ പ്രകാരം നമുക്ക് ഒത്തുകൂടുവാൻ ദൈവം സഹായിച്ചോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജൂൺ മാസം അവസാനിക്കുന്നു. ജൂലൈ മാസത്തെ ആരാധനയുടെ ക്രമീകരണങ്ങളെ കുറിച്ച് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് നിങ്ങളെ വാട്സാപ്പിലൂടെ അറിയിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ചെറിയച്ഛനോടോ എന്നോടോ അറിയിച്ചാൽ ഞങ്ങൾ വരുവാൻ സന്നദ്ധമാണ് എന്ന് ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. നമ്മളുടെ സഭയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള കവറുകൾ ഈ ദിവസങ്ങളിൽ നമ്മളുടെ വീടുകളിൽ എത്തിക്കുന്നതാണ്. പിറന്നാൾ വിവാഹവാർഷികത്തിൻ്റെ കവറുകൾ അതിലുണ്ട്. മാസവരി നൽകുവാനുള്ള കവറുകൾ നൽകിക്കൊണ്ടിരിക്കുന്നവർക്ക് നൽകുന്നതാണ്. കനിവിൻ്റെ കവർ അതിനകത്തുണ്ട്. അടുത്ത ആഴ്ചയാണ് നമ്മുടെ പള്ളി പ്രതിഷ്ഠാ ദിനം. അതിൻ്റെ കവറും അതിനകത്ത് ഉണ്ടായിരിക്കും. ഓരോ കവറിലും നിങ്ങൾക്ക് പ്രത്യേക തുകകൾ വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഒരു ചെക്കായിട്ട് എഴുതി ഏതെല്ലാം ആവശ്യത്തിന് വേണ്ടിയാണ് എന്നൊരു കുറിപ്പോടെ വെച്ചാൽ മതിയാകും. ചിലരെങ്കിലും എന്നോട് പറഞ്ഞു, ഈ 3 മാസത്തിലധികമായിട്ട് പള്ളിയിൽ സ്തോത്രകാഴ്ച ഒന്നും വിട്ടില്ല. നിങ്ങൾക്ക് നൽകുവാൻ താല്പര്യമുണ്ടെങ്കിൽ പള്ളി പ്രതിഷ്ഠയുടെ കവറിനകത്ത് സ്തോത്രദാനം എന്നെഴുതി ഒരു തുകയുടെ അതിനകത്ത് ചേർക്കുന്നു. തീർച്ചയായിട്ടും ഉചിതമായിരിക്കും. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ആരെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഭാരപ്പെടണം.
എന്നാൽ ബുദ്ധിമുട്ടില്ലാത്തവർ നൽകുന്നുവെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഈ കവറുകൾ നിങ്ങൾക്ക് പള്ളിയുടെ ഓഫീസിൽ എത്തിക്കാം. ഇല്ല എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ജൂലൈ മാസം ആദ്യം നമ്മുടെ കപ്പ്യാരന്മാർ നിങ്ങളുടെ വീടുകൾ വന്ന് അത് കളക്ട് ചെയ്യുന്നതാണ്. പോസ്റ്റിലൂടെ അയച്ചു തരുന്ന കോട്ടയം പട്ടണത്തിലുള്ള ആർക്കും നിങ്ങളുടെ വീടുകളിൽ വന്ന് ഇത് കളക്ട് ചെയ്യുവാൻ കപ്പ്യാരന്മാരോട് ആവശ്യമാണ്. അവർ തീർച്ചയായിട്ടും ഈ കോട്ടയം പട്ടണത്തിൻ്റെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് ആ തുക കളക്ട് ചെയ്യുന്നു. ഈ പ്രത്യേക ക്രൈസിസിൽ ഈ നമ്മളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഏവരും സഹകരിക്കും എന്ന പൂർണ്ണ നിശ്ചയം എനിക്കുണ്ട്. നമ്മളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ഗീതങ്ങളിൽ 216 ഗീതം ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ പാടി ശുശ്രൂഷ പൂർത്തീകരിക്കാം. ഗീതം 216. കരുണാസമ്പന്നനായ ദൈവമേ, ഓരോ ദിവസവും നിന്നെ സേവിക്കുവാൻ, ലോകത്തെയും ജഡത്തെയൊക്കെയും തോൽപ്പിച്ച് ജീവിക്കുവാൻ, ജയജീവൻ നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഉയരത്തിൽ നൽകി തരണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് ലോകത്തെ സ്വാധീനിക്കുവാൻ ഇടയാകണമേ. നിന്റെ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കുകയും നന്മയുള്ളവരായി ജീവിപ്പാൻ കൃപ തരികയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.